ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വപ്നാസ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇഷ്ടത്തോടെ വാങ്ങിച്ച് കഴിക്കില്ലേ സുണ്ടൽ, അതാണ്. അപ്പോൾ ആ സുണ്ടൽ വീട്ടിൽ നല്ല രുചിയോടെ അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് വൈറ്റ് പീസ് 8 മണിക്കൂർ നേരം കുതിർത്തിട്ടുണ്ടായിരുന്നു. അതെടുത്ത് കഴുകിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഈ വൈറ്റ് പീസ് മുങ്ങിക്കിടക്കുന്ന അളവിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുമാണ്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇനി നമുക്കൊന്ന് അവസാനം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇത് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് 4 വിസിൽ വരുന്നത് വരയ്ക്കും വേവിച്ചെടുക്കുക. അതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു മസാല റെഡിയാക്കലാണ്. ഈ അരപ്പ് തയ്യാറാക്കാനായിട്ട് 2 സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 5 വെളുത്തുള്ളി. ഇതെല്ലാം കൂടി മിക്സിയിൽ ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുക. അത് ഒരു ഭാഗത്തേക്ക് വയ്ക്കുക. ഇപ്പം ഞാൻ കുക്കർ തുറന്ന് നോക്കുന്നുണ്ട്. 4 വിസിൽ വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് ആവിയൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുകയാണ്. നന്നായി വെന്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലക്കൂട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറി നല്ലോണം എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ലോണം വറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഈ പൊടികളെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെയും റോസ്മെല്ല് മാറുന്നത് വരെ ഒന്ന് നല്ലോണം വഴറ്റുക. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടിത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. തിളച്ചതിന് ശേഷം തീ സിമ്മിലാക്കിയിട്ട് മൂടി വയ്ക്കുക. ഒരു 15 നിമിഷം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൈറ്റ് പീസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് സിമ്മിലിട്ടിട്ട് ഒരു 5 നിമിഷം വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് മേലേക്ക് വരും. ഇത് ഫുള്ള് വെള്ളം വറ്റിച്ചെടുക്കാൻ പാടില്ല. കുറച്ച് കുഴമ്പ് രൂപത്തിലിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇറക്കി വയ്ക്കണം. അത് കുറച്ച് നേരം ഇരിക്കും തോറും അതിങ്ങനെ കട്ടിയാവും. അതുകൊണ്ട് അത് ഈ പരുവം കറക്റ്റാണ്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇറക്കി വയ്ക്കാം. ഇനി ഇതെങ്ങനെ സെർവ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഈ സെർവ് ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങൾ ചേർക്കേണ്ടതുണ്ട്. അതൊക്കെ ചേർത്താലാണ് അതിൻ്റെ ഫുൾ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സവാള കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതേമാതിരി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യണ പാത്രം എടുക്കുക. അതിലേക്ക് ആവശ്യമുള്ളത്ര സുണ്ടലിടുക. അതിൻ്റെ മേലെയായിട്ട് ആദ്യം തന്നെ കുറച്ച് സവാള കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അത് കുറച്ചൊന്ന് വിതറി കൊടുക്കുക. നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ചുള്ളത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മേലെ തൂവി കൊടുക്കുന്നത് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ്. അതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മേലെയായിട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇനി ചേർക്കുന്നത് ചെറുനാരങ്ങയുടെ നീരാണ്. അതിനൊരു ചെറുനാരങ്ങ എടുത്ത് പകുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം. അധികമാവാൻ പാടില്ല. അധികമായിട്ടുണ്ടെങ്കിൽ പുളി കൂടിപ്പോവും. നോക്കിയിട്ട് ഒഴിക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മിക്സ്ചറാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മിക്സ്ചർ കുറച്ച് ചേർത്ത് കൊടുക്കാം. എല്ലാം അവരവരുടെ ഇഷ്ടം പോലെ ചേർക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ സുണ്ടൽ സെറ്റ് ചെയ്യുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിലിത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.